തൃശൂർ കോടാലി സർക്കാർ LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് നിലം പൊത്തിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും BJP കോൺഗ്രസ് പ്രവർത്തകരും സ്കൂളിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വലിയ ശബ്ദം കേട്ടാണ് പുലർച്ചെ പരിസരവാസികൾ സ്കൂളിലേക്ക് എത്തിയത്. ജിപ്സം സീലിംഗും ഫാനുകളും പൊട്ടി താഴെ വീണു. 56 ലക്ഷം രൂപ ചെലവിട്ട് 2 വർഷം മുമ്പാണ് കോസ്റ്റ്ഫോർഡ് കെട്ടിടം നിർമ്മിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും BJP കോൺഗ്രസ് പ്രവർത്തകരും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരോട് ഇവർ തട്ടിക്കയറി. ഇന്ന് രാവിലെ കുട്ടികൾ വന്നെങ്കിൽ ഈ അപകടം ആ കുട്ടികളിലേക്ക് വന്നേനെ. അതുകൊണ്ട് തന്നെ ആദ്യമേ നന്ദി പറയേണ്ടത് നമ്മുടെ കളക്ടർക്കാണ്. കാരണം ഇന്ന് അവധി പ്രഖ്യാപിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമായി. ഇന്നലെ 1 മണിക്കല്ല, ഇന്ന് രാവിലെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ദുരന്തമായി മാറി. 54 ലക്ഷം രൂപ മുടക്കി പണിത കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. ഓഡിറ്റോറിയം, കുട്ടികൾ, ഇവിടെ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്, വളരെ ചെറിയ കുട്ടികൾ. സാധാരണഗതിയിൽ രാവിലെ എത്തുന്ന കുട്ടികൾ ക്ലാസ് തുറക്കുന്നതുവരെ കയറിയിരിക്കുന്നത് അപകടം നടന്ന ഓഡിറ്റോറിയത്തിലാണ്. തുടർച്ചയായ മഴ മൂലം ജിപ്സത്തിനുണ്ടായ ബലക്ഷയമാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രൊജക്ട് ഡയറക്ടറുടെ വിശദീകരണം. ജിപ്സത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈർപ്പം വലിച്ചിട്ടുണ്ടെങ്കിൽ അത് കുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഈ സ്ക്രൂകളിൽ നിന്ന് വിടും. അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയത്ത് വന്ന ഒരു അപാകതയായിട്ടാണ് ഇത് നോക്കുന്നത്. ഇനി അത് സംഭവിക്കാത്ത രീതിയിൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം ഇനിയിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കോസ്റ്റ്ഫോർഡ് നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും കോൺഗ്രസും BJPയും ആവശ്യപ്പെട്ടു. 24 തൃശൂർ.